നമസ്കാരം. പഴയ സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, തകർന്ന ടിവികൾ തുടങ്ങിയ ഈ മാലിന്യങ്ങൾ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാണ്. ഓരോ വർഷവും ലോകമെമ്പാടും ഏകദേശം 50 ദശലക്ഷം ടൺ ഈ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വലിച്ചെറിയപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങൾ നിധികുംഭങ്ങളാണെന്ന് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? പ്രത്യേകിച്ച് അത്തരം ഉപകരണങ്ങളിലെ സർക്യൂട്ട് ബോർഡുകൾ പോലുള്ള ചെറുഘടകങ്ങളിൽ അമൂല്യമായ ലോഹങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ മാലിന്യങ്ങളിൽ നിന്ന് വിലയേറിയ ലോഹങ്ങൾ കണ്ടെടുക്കാനുള്ള വഴികൾ വളരെ വർഷങ്ങളായി ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു വരികയാണ്. ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രോണിക് ഡിവൈസുകളിൽ അടങ്ങിയിരിക്കുന്ന സ്വർണം വേർതിരിച്ചെടുക്കാനാകുമെന്ന ആശയം വർഷങ്ങൾക്ക് മുമ്പേ പ്രചാരം സിദ്ധിച്ചതാണ്. അത് പ്രായോഗിക തലത്തിൽ പരീക്ഷിക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടറിഞ്ഞിട്ടുള്ളവരുമുണ്ടാകാം. 1 ടൺ ഈ മാലിന്യത്തിൽ 400 ഗ്രാം വരെ സ്വർണം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് 1 ടൺ ഖനനം ചെയ്ത അയിരിൽ കാണപ്പെടുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ഈ മാലിന്യങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാനായി നിലവിലുള്ള പരമ്പരാഗത രീതികൾ പലപ്പോഴും സയനൈഡ് അല്ലെങ്കിൽ മെർക്കുറി പോലുള്ള വിഷരാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയുള്ളതാണ്. ഇത്തരം പ്രക്രിയകൾ അപകടകരമാണെന്നതിനൊപ്പം ചെലവേറിയതും പരിസ്ഥിതിക്ക് ഹാനികരവുമാണ്. അതിനാൽ തന്നെ അത് സുസ്ഥിര മാർഗങ്ങളല്ല. എന്നാൽ സ്വിറ്റ്സർലൻഡിലെ ETH സൂറിച്ചിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർ അടുത്തിടെ ഈ മാലിന്യങ്ങളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാനാകുന്ന ഒരു സുസ്ഥിര മാർഗം വികസിപ്പിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. ആ മാർഗത്തിൽ സ്വർണം വേർതിരിച്ചെടുക്കാനായി അവർ വിനിയോഗപ്പെടുത്തിയത് ചീസ് നിർമ്മാണ ഘട്ടത്തിലെ വേസ്റ്റ് ആണ്. ETH സൂറിച്ചിലെ ഗവേഷകനായ പ്രൊഫസർ റാഫേൽ മെസംഗയും സംഘവുമാണ് ഈ വിപ്ലവ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്ന പ്രക്രിയയിൽ ചീസ് ഉൽപാദനത്തിന്റെ ഒരു ഉപോൽപ്പന്നമായ വേയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. വേ പ്രോട്ടീൻ ഉപയോഗിച്ച് പ്രോട്ടീൻ ഫൈബ്രിലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്പോഞ്ച് പോലുള്ള വസ്തു സൃഷ്ടിക്കുന്നു. ഇത് ഇലക്ട്രോണിക് ഘടകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സ്വർണ്ണ അയോണുകളെ ആകർഷിക്കുന്നതിൽ വളരെ ഫലപ്രദമാണ്. 450 മില്ലിഗ്രാം സ്വർണ്ണക്കട്ടി ഉൽപ്പാദിപ്പിക്കാൻ 20 പഴയ കമ്പ്യൂട്ടർ മദർ ബോർഡുകൾ മതിയെന്ന് ഈ ഗവേഷകർ തങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്നും തെളിയിച്ചു. ഇത് ഏകദേശം 22 ക്യാരറ്റ് സ്വർണത്തിന് തുല്യമാണ്. ഈ പ്രക്രിയ വളരെ കാര്യക്ഷമമാണെന്ന് മാത്രമല്ല, ജൈവ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഫലപ്രദമായ ഒരു മാർഗമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഭക്ഷ്യമാലിന്യങ്ങളുടെയും ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെയും പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ അത് കാരണമാകുന്നു. ഈ മാലിന്യത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള പഴയ രീതികളുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ പുതിയ പ്രക്രിയ മറികടക്കുന്നു. ഈ പ്രക്രിയയിലൂടെ ശേഖരിക്കപ്പെടുന്ന സ്വർണം പിന്നീട് ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റിലൂടെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 22 ക്യാരറ്റ് സ്വർണം ഗവേഷകർ വേർതിരിച്ചെടുത്തത്. ഈ പ്രക്രിയയുടെ ലാളിത്യവും ഫലപ്രാപ്തിയും വരും ഭാവിയിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴി തുറന്നേക്കാം. സ്വർണം പോലെ തന്നെ മറ്റ് വിലയേറിയ ലോഹങ്ങൾ വീണ്ടെടുക്കുന്നതിനും ഈ മാർഗം വിനിയോഗപ്പെടുത്താനാകും. ഇത് ആഗോളതലത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു ലഘുമാർഗമായി മാറുന്നു. മറ്റ് വിലയേറിയ ലോഹങ്ങളുടെ വേർതിരിക്കലിനായും ഈ സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്താനാകും. കാരണം ഈ മാലിന്യത്തിൽ ചെമ്പ്, പല്ലേഡിയം, നിക്കൽ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ലോഹങ്ങളെല്ലാം ആധുനിക സാങ്കേതിക വിദ്യാ ഉപകരണങ്ങളിൽ അത്യന്താപേക്ഷിതമായവയാണ്. നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ മാർഗം വരും ഭാവിയിൽ കൂടുതൽ വിപുലീകരിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ മാലിന്യ പുനരുപയോഗം കൂടുതൽ സമഗ്രമാക്കി മാറ്റാൻ കഴിയും. ഇത്തരത്തിൽ ഈ മാലിന്യങ്ങളിലൂടെ ഉപേക്ഷിക്കപ്പെടുന്ന വിലയേറിയ വസ്തുക്കൾ തിരികെ കൊണ്ടുവരുന്നതിലൂടെ പരിസ്ഥിതിക്ക് ദോഷകരമായ ഖനന പ്രവർത്തനങ്ങളുടെ ആവശ്യകത കുറയ്ക്കാനാകും. ആഗോള ഈ മാലിന്യത്തിന്റെ ഏകദേശം 80% ഇപ്പോഴും പുനരുപയോഗം ചെയ്യപ്പെടാതെ പോകുന്നതിനാൽ വളർന്നു വരുന്ന ഈ മാലിന്യ പ്രതിസന്ധിയെ നേരിടുന്നതിന് ഒരു സുപ്രധാന ചുവടുവയ്പായി സ്വിറ്റ്സർലൻഡിലെ ETH സൂറിച്ചിൽ നിന്നുള്ള ഗവേഷക സംഘം സാധ്യമാക്കിയിരിക്കുന്ന ലോഹങ്ങൾ വേർതിരിക്കുന്നതിനുള്ള പുതിയ മാർഗം മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.